നമസ്കാരം. അച്ഛാ, നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിലെ വഴക്കുകളും തർക്കങ്ങളുമൊക്കെ ഒരവസാനമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ അതൊരു തുടക്കമാണെങ്കിലോ? നമ്മൾ സാധാരണയായി കാണുന്ന ഈ വഴക്കുകളെയൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള സ്വർണമാക്കി മാറ്റാൻ പറ്റിയാലോ? അതെ, അങ്ങനെയൊരു പുതിയ കാഴ്ചപ്പാടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ? എത്രയൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞാലും എത്ര നല്ല ബന്ധമാണെങ്കിലും എന്തുകൊണ്ടാണ് ഇടയ്ക്കിങ്ങനെ ഉരസലുകൾ വരുന്നത്? ഇതിന്റെ ഉത്തരം നമ്മുടെ പെരുമാറ്റത്തിലോ സാഹചര്യങ്ങളിലോ മാത്രമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ആഴത്തിലാണ് കിടക്കുന്നത്. അപ്പോ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം. സാധാരണ നമ്മളെന്താ വിചാരിക്കുക? വഴക്കുണ്ടായാൽ ആ ബന്ധം തകരാൻ പോവുകയാണെന്ന് നമ്മൾ പേടിക്കും, അല്ലേ? എന്നാൽ ഈ ഒരു ആത്മീയ കാഴ്ചപ്പാട് ഇതിനെ നേരെ തിരിച്ചാണ് കാണുന്നത്. അതായത് പ്രശ്നങ്ങളുണ്ടാവുന്നതല്ല, പ്രശ്നങ്ങളെ ഇല്ലാത്തതാണ് യഥാർത്ഥത്തിൽ വളർച്ച നിന്നുപോയതിന്റെ ലക്ഷണം. ഓരോ ഉരസലും നമ്മളോട് പറയുന്നതെന്താണെന്നറിയോ? ഈ ബന്ധം ഇപ്പോഴും ജീവനുള്ളതാണ്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇത് ഒരു കല്ല് മിനുക്കിയെടുക്കുന്നത് പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അല്ലെങ്കിൽ സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ. തീയുടെ ചൂടല്ലേ സ്വർണത്തിലെ അഴുക്കിനെ കളയുന്നത്? അതുപോലെ രണ്ട് ആത്മാക്കൾ ഒരുമിക്കുമ്പോൾ അവരുടെ ഈഗോകളും ദുശ്ശീലങ്ങളുമൊക്കെ പരസ്പരം ഉരസി ഇല്ലാതാവുന്നു. ചിലപ്പോൾ കുറച്ച് വേദന തോന്നുമായിരിക്കും, പക്ഷേ ഈ ഉരസൽ യഥാർത്ഥത്തിൽ രണ്ടുപേരെയും കൂടുതൽ ശുദ്ധരും മികച്ചവരുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധാരണ ഉരസലുകളെ സ്വർണമാക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയ, ആ ആൽക്കമി എന്താണ്? അതിനെയാണ് ബന്ധം എന്ന യജ്ഞം എന്ന് വിളിക്കുന്നത്. ഈ ആശയം വരുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ പഠനങ്ങളിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, വിവാഹം എന്നത് ലോകത്തിന്റെ നന്മയ്ക്കായി നടത്തുന്ന ഒരു വലിയ യജ്ഞത്തിന്റെ ഏറ്റവും ചെറിയ, ഏറ്റവും അടിസ്ഥാനപരമായൊരു രൂപമാണെന്നാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് ഇതൊരു പുതിയ അർത്ഥം നൽകുന്നുണ്ടല്ലേ? യജ്ഞമെന്നു കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം. ലളിതമായി പറഞ്ഞാൽ അതൊരു പവിത്രമായ അഗ്നിയാണ്. ആ അഗ്നിയിലേക്ക് നമ്മൾ ചിലതൊക്കെ സമർപ്പിക്കുന്നു. വെറുതെയല്ല, ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ആ സമർപ്പണം. ഇനി നമ്മുടെ ബന്ധങ്ങളിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഒരു യഥാർത്ഥ യജ്ഞത്തിൽ നമ്മൾ ഔഷധങ്ങളും മറ്റും അഗ്നിയിലേക്കർപ്പിക്കാറില്ലേ? അതുപോലെ വിവാഹമെന്ന യജ്ഞത്തിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളാണ്. ഞാൻ, എന്റേത് എന്നൊക്കെയുള്ള ആ ഭാവം, നമ്മുടെ വാശികൾ, അഹങ്കാരം, ഇതൊക്കെയാണ് നമ്മൾ സ്നേഹത്തിന്റെ ആ അഗ്നിയിലേക്ക് സമർപ്പിക്കേണ്ടത്. അപ്പോ നമ്മളിങ്ങനെ സമർപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ദേഷ്യവും വാശിയുമൊക്കെ ഒരുതരം സാധാരണ ഹ്യൂമൻ എനർജിയാണ്. എന്നാൽ ഈ ത്യാഗത്തിലൂടെ, ഈ സമർപ്പണത്തിലൂടെ ആ സാധാരണ ഊർജം ഒരു ദിവ്യമായ പ്രകാശമായി, ഒരു പോസിറ്റീവ് എനർജിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുന്ന ഒരു ആൽക്കെമി തന്നെയാണിത്. ശരി, ഈ തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അതിനുള്ളൊരു വഴിയാണ് നമ്മളിനി നോക്കുന്നത്. വെറും 7 മിനിറ്റിൽ ചെയ്യാൻ കഴിയുന്നൊരു പരിശീലനം. അടുത്ത തവണ പങ്കാളിയുമായി ഒരു തർക്കമുണ്ടാകുമ്പോൾ ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. വെറും 3 സ്റ്റെപ്പുകളേയുള്ളൂ. 1. ആ ദേഷ്യം വരുമ്പോൾ ശരീരത്തിലും മനസ്സിലും എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുക. 2. പെട്ടെന്ന് ചാടിക്കയറി പ്രതികരിക്കുന്നതിന് പകരം ബോധപൂർവം ഒന്ന് നിൽക്കുക, ഒരു ശ്വാസമെടുക്കുക. 3. ആ ദേഷ്യത്തെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ബന്ധമാകുന്ന യജ്ഞത്തിലേക്ക് ഒരു സമർപ്പണമായി നൽകുക. ഈ ഒരു പ്രവൃത്തിയെയാണ് തപസ് എന്ന് പറയുന്നത്. ആ വഴക്കിന്റെ നിമിഷത്തിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചൂടുണ്ടാകും. ആ ആത്മീയമായ ചൂട് നമ്മുടെ ഈഗോയെ പതിയെ ഒരുക്കിക്കളയാൻ സഹായിക്കും. ഇതൊരു തരത്തിൽ ആന്തരികമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ആ നിമിഷം നിങ്ങൾ ആ വാദത്തിൽ നിന്ന് പിന്മാറുമ്പോൾ നിങ്ങളുടെ ഈഗോ ചിലപ്പോൾ നിങ്ങളോട് പറയും, നീ തോറ്റുപോയി എന്ന്. പക്ഷെ സത്യം അതല്ല. നിങ്ങളൊരു ചെറിയ വഴക്കൊഴിവാക്കി അതിനേക്കാൾ വലിയൊരു വിജയം നേടുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ആത്മാവിന്റെ വിജയമാണ്, നിങ്ങളുടെ ബന്ധത്തിന്റെ വിജയമാണ്. അപ്പോ ഈ പരിശീലനം നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സുവർണ ബന്ധം, ഒരു ഗോൾഡൻ ബോണ്ട് രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ആത്മീയ പ്രക്രിയയിലൂടെ നിങ്ങളുടെ ബന്ധം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും പോകുന്നൊരു ബന്ധത്തിൽ നിന്ന് അതിലും ഉയർന്ന തലത്തിലുള്ള ഒരു പവിത്രമായ ഐക്യത്തിലേക്ക് മാറുന്നു. അതൊരു വലിയ മാറ്റമാണ്. ഈ അവസ്ഥയിലെത്തിയൊരു ബന്ധത്തിന് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. അവർക്ക് തമ്മിൽ സംസാരിക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. ഒരൊറ്റ താളത്തിൽ, ഒരേ ഹൃദയമിടിപ്പ് പോലെ അവർ പ്രവർത്തിക്കും. അതുമാത്രമല്ല, അവരുടെ സാന്നിധ്യം തന്നെ ചുറ്റുമുള്ളവർക്ക് ഒരു സമാധാനവും പോസിറ്റീവ് എനർജിയും നൽകും.
പിന്നെ അവർക്ക് പുറത്തുനിന്നുള്ള ഉപദേശങ്ങളോ നിയമങ്ങളോ ഒന്നും വേണ്ടിവരില്ല. അവസാനം സംഭവിക്കുന്നതെന്താണെന്ന് വെച്ചാൽ അവർ രണ്ട് വ്യത്യസ്ത വ്യക്തികളായിട്ടല്ല നിലനിൽക്കുന്നത്. പകരം ഒരേ ലക്ഷ്യത്തോടെ, ഒരേ ബോധത്തോടെ കത്തുന്ന ഒരൊറ്റ ജ്വാലയായി അവർ മാറുന്നു. ഇതാണ് ഈ ആത്മീയ യാത്രയുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ഈയൊരു വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ ബന്ധങ്ങളിലെ ഏത് ഉരസലാണ്, ഏത് പ്രശ്നമാണ് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ആത്മീയ സ്വർണമായി മാറാൻ സാധ്യതയുള്ളത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.